ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാഅല്ലാ നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇടരുത്, തകർന്നു പോകും. ഒരു പാവപ്പെട്ട കാറ് കച്ചവടക്കാരനെ പറ്റിച്ച് ഒരു BMW ഒപ്പിച്ചെടുത്ത് അതിൽ ഞെളിഞ്ഞിരുന്ന് യാത്ര ചെയ്യാൻ ഒരു തുള്ളിയെങ്കിലും നാണോ മാനോ ഉള്ള വ്യക്തിക്ക് പറ്റുമോ? സജനാനൂറേ, ഈ നാണോ മാനോ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലേ ഈ പരിപാടി ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് രേഖപ്പെടുത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, ദുഷ്ടശക്തികൾ ഈ വീഡിയോ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. സജനാനൂറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 1 മാസമായി കാണും, സജനാനൂർ, നമ്മുടെ റസൂൽ പൂക്കുറ്റി, ഓസ്കാർ ജേതാവ്, പിന്നെ സജനയുടെ പഴയ ഭർത്താവ് ഫിറോസ് ഖാൻ. ഈ സജനയും ഫിറോസും ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതാ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ സജന, ഫിറോസ്, റസൂൽ പൂക്കുറ്റി അത്യാവശ്യം വലിയ ഒരു കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ്. അതൊക്കെ കഴിഞ്ഞു, വേറെ വേറെ പ്രശ്നങ്ങൾ വരുമ്പോൾ മുങ്ങിപ്പോയി അത്. പക്ഷേ സജന സ്ട്രോങ് ആകട്ടോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലേക്ക് ഇറങ്ങി വന്ന് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ച് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഒരു കാറിലൊക്കെ വന്ന് ഏതോ പരിപാടിക്ക് വന്ന് ഇറങ്ങിയതാ. BMW കാറ്, അല്ല BMW കാറ് മേടിക്കാനുള്ള കാശൊക്കെ കാണുമല്ലോ, കോടികളല്ലേ റസൂലേട്ടനടുക്ക ചോദിച്ചത്. അല്ല, അങ്ങനെ കോടികൾ കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ ആ പൈസ കൊടുത്ത്, അതായത് കാശ് കൊടുത്ത് BMW മേടിച്ച് അതിൽ ഓടിച്ചു പോകുന്നതല്ലേ മാന്യത? അല്ലാതെ ഒരു പാവത്തിനെ പറ്റിക്കാമോ സജന നൂറെ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഒരു പാവം മനുഷ്യൻ ദാ ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ BMW കാറിലായിരുന്നു വന്ന് ഇറങ്ങി, ഞെളിഞ്ഞ് ഇരുന്ന് ഓടിച്ച് വന്ന് ഇറങ്ങി ഓൺലൈൻ മീഡിയക്കാരോട് കഥയൊക്കെ പറയുന്നത് കേട്ടു. മൈലേജ്, നല്ല മൈലേജാണ് BMW-ന്. ഡീസൽ അല്ലേ, നല്ല മൈലേജാ. ഓക്കെ ചേച്ചി, പെട്രോൾ അടിക്കാൻ കാശില്ലേ? സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ, എവിടുന്നാ എടുത്തത്? കാശ് കൊടുത്തോ മൊത്തവും? ഇല്ലല്ലോ. അല്ല, അങ്ങനെ കൊടുത്തിട്ട് വേണം ഓൺലൈൻ മീഡിയക്കാരുടെ അടുക്ക കഥ പറയാൻ. കുറച്ചധികം കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ചേച്ചിയുടെ കഥ പറച്ചിലൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാഅല്ലാ എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിലൊരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. BMW എന്ന ബ്രാൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ? നല്ല ബ്രാൻഡാ, കുഴപ്പമൊന്നുമില്ല, എടുത്തോ. കാശുണ്ടെങ്കിൽ, ചൊളയുണ്ടെങ്കിൽ അത് എണ്ണിക്കൊടുത്ത് മേടിച്ച് ഓടിക്കുക, മനസ്സിലായോ? അല്ലാതെ കണ്ട പാവപ്പെട്ടവരെ പറ്റിക്കരുത്. ഞാനത് വീണ്ടും പറയാൻ കാരണം, ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമൻ്റ് ഉണ്ട്. ഈ വീഡിയോ അല്ല, ഇതിൻ്റെ കുറച്ച് വീഡിയോകൾ ഈ ചേച്ചി ഈ പരിപാടിക്ക് വന്നിറങ്ങിയപ്പം ഓൺലൈൻ മീഡിയക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് വീഡിയോകൾ പല ഓൺലൈൻ മീഡിയക്കാരെടുത്തു. അതിനകത്ത് 1-2 വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റുകൾ, അതാണ് ഹൈലൈറ്റ്. ആദ്യം തന്നെ ഞാനൊരു കമൻ്റ് അങ്ങോട്ട് കാണിച്ചു തരാമേ. അൻവർ PMA കാർസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഇട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട്, വണ്ടി നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ 8 മാസത്തോളമായി ഈ വാഹനം നിങ്ങൾ വാങ്ങിയിട്ട് ഇതുവരെ അതിൻ്റെ ഫുൾ ക്യാഷ് തന്നിട്ടില്ല. സജനാനൂറേ, കൊടുത്തിട്ടില്ലയോ കാശ്? ബാക്കി വായിക്കട്ടെ കേട്ടോ ഞാൻ, എന്നിട്ട് പറയാം. നിങ്ങളുടെ പേരിലേക്ക് വാഹനം മാറ്റിയിട്ടും ഇല്ലല്ലേ? വേറൊരാളുടെ പേരിൽ കിടക്കുന്ന വണ്ടി ഓടിച്ച് നടക്കുക ഒരു ഉളുപ്പും ഇല്ലാതെ, എന്നിട്ട് വലിയ വർത്താനം. കൊള്ളാം. ആർക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും വാഹനം ആരുടെ പേരിലാണ് എന്ന്. ആ വാഹനം സന്തോഷത്തോടു കൂടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ക്യാഷ് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ഓടിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ശാപമുള്ള വാഹനമാണത്. എനിക്ക് ക്യാഷ് തരാതെ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ വാഹനമാണത്.
നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒരിക്കലും ആ വാഹനം ഓടിക്കാൻ പറ്റില്ല. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ വാഹനമാണത്. അതിന് മുഴുവൻ പണം തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ പോരേ. സജനാനൂറേ, ചുന്ദരിവാവേ, തക്കുടുവാവേ, എന്തോ ഈ കേൾക്കുന്നതൊക്കെ? കാശ് കൊടുത്തിട്ടില്ലായോ? അല്ല, ചില ആളുകൾക്ക് ഇപ്പോൾ ഡൗട്ട് വന്നേക്കാം, ഈ കാശ് കൊടുക്കാതെ എങ്ങനെ ഇവർ ഈ വണ്ടി ഇവരുടെ കയ്യിലോട്ട് വണ്ടി അറിയാലോ, അത്യാവശ്യം ഫേമുള്ള ഒരാളാണ്. അപ്പൊ ചെന്നു പിന്നെ സജനാനൂർ, ബിഗ് ബോസ്, റസുൽ പൂക്കുറ്റി, ഫിറോസ് ഖാൻ വണ്ടി കൊടുത്തു കാണും. ആദ്യമേ കുറച്ച് എമൗണ്ട്, ബാക്കി ഇന്ന ഡേറ്റിൽ തരാമെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും ഇവരുടെ പേരിലോട്ടാക്കിയില്ല, ബാക്കി പൈസ കൂടെ തന്നു കഴിയുമ്പോൾ പേരിലോട്ടാക്കാന്ന് പറഞ്ഞു കാണും. പിടികിട്ടിയോ? അതായിരിക്കും സംഗതി. പിന്നെ വേറൊരു കഥ ഞാൻ കേട്ടു. അതായത് ഈ വണ്ടി കൊടുത്ത മനുഷ്യൻ അയാളെ കുടുക്കാനൊന്ന് ശ്രമിച്ചെന്ന് കേട്ടു. അതായത് ഈ ചേച്ചിയുടെ എന്തോ സ്വർണമോ മണോ എന്തൊക്കെയോ ആ പുള്ളി വണ്ടിയിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ പോയി, അതിൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് കൊടുത്തു എന്നുള്ള ചെറിയ കിംബദന്തികൾ ഇങ്ങനെ കേട്ടോ. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ മിക്കവാറും ഈ വീഡിയോ പുറത്തേക്ക് വന്ന് നിങ്ങൾ അത്യാവശ്യം ആളുകൾ കണ്ടങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ചേച്ചിക്ക് കുരു പൊട്ടും, ചേച്ചി അങ്ങോട്ട് ഇറങ്ങും. പിടികിട്ടിയോ? അപ്പോൾ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് തന്നെ കഥ പറയും, ഇല്ലെങ്കിൽ ആ വ്യക്തി തന്നെ, ഈ അൻവർ എന്ന് പറയുന്ന ആൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ മിക്കവാറും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം ഈ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ പറഞ്ഞ കഥ വെറുതെ. വണ്ടി മൊത്തത്തിൽ ചേച്ചിയുടെ പേരിലൊന്നും അല്ല. പിടികിട്ടിയോ? ചേച്ചിയുടെ സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. അല്ല, ഇവര് പൊതുവെ കള്ളത്തരം ആണെന്ന് നമുക്ക് അറിയാലോ. വാ തുറന്ന മറ്റേ സ്റ്റോറിയിലൊക്കെ കുഞ്ഞുവാ വെക്കുന്നൽ മറന്നില്ലല്ലോ, അതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ആ പരിപാടിയൊക്കെ കാണിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്പാൻ നിൽക്കണ്ട. ഇവരുടെ പല വോയിസുകൾ പുറത്തു വന്നതാണ്, നമ്മൾ കേട്ടതാണ്. തീരെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തന്ന ഒരാളാണ് സജന. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇട്ടിരിക്കുന്ന കമൻറ്റ് അതൊരു ചുമ്മാ അവർക്കെതിരെ ഒരാൾ വന്നങ്ങോട്ട് ചുമ്മാ ഇല്ലാതാക്കാൻ ചെയ്തതാണെന്നൊക്കെ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇതാണ് ലൈക്ക് PMA കാർസ്, ഈ ഒരു അക്കൗണ്ടാണ്. ഇതാണ് ഈ ഒരു ആ വ്യക്തിയുടെ കാറിൻ്റെ, ആ പുള്ളിക്ക് ഇങ്ങനെ കാറുകൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഇതാണ് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ. കൂടാതെ വേറൊരു കമൻറ്റും കൂടെ വേറൊരു വീഡിയോയുടെ അടിയിൽ ആ പുള്ളി ഇട്ടിരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതും കൂടെ കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോകളിലൊക്കെ പോവാം. അപ്പോൾ വേറൊരു കമൻറ്റ് ഇതാണ്, വണ്ടി RC ബുക്ക് പ്രകാരം ഇപ്പോഴും എൻ്റെ പേരിലാണ് ബൈ. പെട്രോൾ അടിക്കാൻ പണമുണ്ടെങ്കിൽ ആ ബാക്കി തുക കൂടി ഇങ്ങോട്ട് തന്നേക്ക് എന്നാണ് അയാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അത് പുള്ളി കമൻറ്റ് ഇടാൻ കാരണം, ഈ ചേച്ചി പിന്നെയും പെട്രോളിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട് പെട്രോളിൻ്റെ അല്ല ഡീസലാണ്, പിന്നെ സുഖമാണെന്നൊക്കെ തള്ളി വിടുന്നുണ്ട് ചേച്ചി. എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോകളൊക്കെ കാണാം. അതിനു മുമ്പ് തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം, ഭൂലോക എന്താണെന്ന് നിങ്ങൾ പൂരിപ്പിച്ചോ, നമുക്ക് തെളിയിച്ചു തന്നതാ ഇവർ റസൂൽ പൂക്കുറ്റിയുടെ കേസിൽ തന്നെ. ഓക്കെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ അവർ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണ് വീണ്ടും ഓൺലൈൻ മീഡിയക്കാരെ, മക്കളെ പൊന്നെ തക്കട് വാവേ ഞാൻ മുത്തല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. പക്ഷെ ഒരു കാര്യമില്ല ചേച്ചി, ഒരാളും നിങ്ങളെ നമ്പത്തില്ല. ഏത് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നോക്കിയാലും അത് മനസ്സിലാവുന്നുമുണ്ട്. എന്താണെങ്കിലും ചേച്ചി കുറച്ചും കൂടെ ഇനി BMW കാറിനെ പറ്റി അങ്ങോട്ട് പുകഴ്ത്തുന്നുണ്ട്, കേൾക്കാം നമുക്ക്. BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സ്റ്റാർട്ടാനുള്ള ഒരു മോഡൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. മാഷാ അല്ലാ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സലൂണ്. അപ്പം നെയിൽ എക്സ്റ്റൻഷൻ, ഹെയർ എക്സ്റ്റൻഷൻ, ലാഷ് എല്ലാം കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പം ഞാനത് തുടങ്ങാനുള്ള അതിൻ്റെ ഇന്റീരിയർ വർക്ക് നടക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കും. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഓക്കെ, അന്ന് ചെയ്തയാളാ, വേറെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് കേട്ടോ. ചേച്ചി നെയിൽ എക്സ്റ്റൻഷനും ഹെയർ എക്സ്റ്റൻഷനും ഒക്കെ ഉണ്ടല്ലേ, പുതിയ സലൂൺ തുടങ്ങുന്നു. അതിനി ആരെ പറ്റിച്ചിട്ടാ? മറ്റേ റസൂൽ പൂക്കുറ്റിയുടെ മറ്റേ കോടികൾ കിട്ടിയോ? അതുകൊണ്ടാണോ തുടങ്ങാൻ പോണേ? അല്ല, അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ആ കാർ എടുത്തതിൻ്റെ ആ പൈസ അതങ്ങ് കൊടുത്ത് തീർത്തൂടെ മൊത്തത്തിൽ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചേച്ചി RC ബുക്ക് കൊണ്ടൊന്ന് കാണിക്കുമോ ചേച്ചിയുടെ? ഇതിപ്പം എന്തായാലും അത്യാവശ്യം ആളുകളിലേക്ക് എത്തുമ്പോൾ ചേച്ചി അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ കമൻറ്റ് കണ്ടിട്ടാ ചേച്ചി പറയുന്നത്. ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്നു, പറ്റുമെങ്കിൽ നാളെ തന്നെ ചേച്ചിയുടെ BMW കാറിൻ്റെ RC ബുക്ക് ഒന്ന് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലേ? എന്നാലും ചേച്ചിയുടെ പേരിലാണെന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാധനമൊക്കെ പുതിയ അലിഗേഷൻ വരുന്നു,
മിണ്ടണ്ടേ? ഉരിയാടണ്ടേ ചേച്ചിക്ക്? കണ്ടന്റ് വേണ്ടേ ചേച്ചിക്ക്? യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലേ, അതിനകത്തോടെ ഇരുന്ന് സംസാരിക്ക്. നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്ക്, ഇത് എൻ്റെ സ്വന്തം കാറാണ്, ഞാൻ ഫുൾ എമൗണ്ട് പേ ചെയ്തു. കാണിച്ചു കൊടുക്ക്. ഇതാ ഒരാൾ വന്ന് പറഞ്ഞു, ആ കാറ് തന്ന ആള് തന്നെ പറയുന്നു 10 പൈസ തന്നിട്ടില്ല, എന്നെ പറ്റിച്ച് കാശ് മൊത്തം തന്നിട്ടില്ലേ. മറുപടി തരണം കേട്ടോ. മറുപടി തരണേ കുട്ടാ. ബാക്കി കേൾക്കാം നമുക്ക്. നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ അല്ലേടാ? ഓക്കെ ബൈ. നല്ല മൈലേജാ അല്ലേ? നല്ല മൈലേജ്. ഡീസലാ, നല്ല മൈലേജാ. നല്ല മൈലേജ് ഇരിക്കട്ടെ ചേച്ചി. ചേച്ചി കുറച്ച് പൈസയൊക്കെ അടിച്ച് പെട്രോളൊക്കെ അടിച്ച് ചേച്ചി അങ്ങോട്ട് കറങ്ങി നടക്ക്. പക്ഷേ കാശ് കൊടുക്ക്. പിന്നെ വേറൊരു കാര്യം പറയണം. ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ചില വീഡിയോകളിലൊന്ന്. ഇങ്ങനെയുള്ള ടോപ്പിക് എടുക്കുമ്പോൾ അത് ഇമിറ്റേറ്റ്, വേറെ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല. ഞാൻ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുന്നത്, അല്ലാതെ മറ്റേ ഭൂലംകക്ഷിയുമായിട്ടിരുന്ന് സംസാരിക്കാനും മാത്രം ഒന്നുമില്ല. ഭയങ്കര ക്വാളിറ്റിയൊക്കെ പിടിച്ച് ഓക്കെ അവർ ചെയ്യുന്നത് ശരിയല്ല, അവരിങ്ങനെ അതേ ഒരു പാവം മനുഷ്യനെ പറ്റിച്ചു, നല്ല വായിക്കത്ത് കൊടുത്തു, ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ പറ്റുമോ? റസൂൽ പൂറ്റിയെ പറ്റിച്ചതുപോലെ അല്ലെങ്കിൽ ഫിറോസ് ഖാനെ പറ്റിച്ചതുപോലെ ഇതാ ഒരു പാവം ഒരു കാർ കച്ചവടക്കാരനെ അവർ പറ്റിച്ചു, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തില്ല. ചേട്ടന്മാരെ ചേച്ചിമാരെ ഇച്ചിരി നല്ല കനത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? ഒരു സർക്കസ്റ്റിക് ആയിട്ട് അങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതിനെയൊക്കെ എന്ത് പറയാനാ? ഇവർ എന്താണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും ഏകദേശം കുറച്ച് ആഴ്ചകൾക്ക് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് മനസ്സിലായി കഴിഞ്ഞതാണ്. മനസ്സിലായോ? വാ തുറന്നു കഴിഞ്ഞാൽ അവർ പറയുന്നതും അവരുടെ വോയിസും എല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വിഷയം വരുമ്പോഴത്തേക്ക് ഒരാളൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഈ രീതിയിൽ തന്നെ ഇവർക്ക് താങ്ങാനേ നമുക്ക് പറ്റുള്ളൂ, അല്ലാതെ ക്വാളിറ്റി ഒന്നും പിടിച്ച് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? നിങ്ങൾ പറ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് പോകും. ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ ഇന്നലെ ഞാൻ തോന്നുന്നു, ഇന്നലെ തന്നെ ഒരാളുടെ കമൻറ്റ് ഞാൻ കണ്ടു. ഒരു പ്രത്യേക കോണ്ടന്റ് ചെയ്തപ്പോൾ, ഏതാ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി അതിൻ്റെ ചെയ്തപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ വേറൊരാളുടെ വീഡിയോ കാണൂ, അത് കണ്ടിട്ട് നിങ്ങൾ അത് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, എനിക്ക് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നിരുന്ന് അതിൻ്റെ ആവശ്യമില്ല. പിടികിട്ടിയോ? എൻ്റെ അറിവുകൾ, ഞാൻ അറിയുന്നത്, ഞാൻ വായിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്, അതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. പിന്നെ ഞാൻ പറയുന്ന എല്ലാം നിങ്ങൾക്ക് ഒരേപോലെ ദഹിക്കണമെന്നില്ല. അങ്ങനെ ദഹിച്ചാൽ പിന്നെ എന്തുവാ? നിങ്ങളെന്താ പൊട്ടന്മാരോ? നിങ്ങളാരും പൊട്ടന്മാരല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതി ഉണ്ടില്ലേ? അങ്ങനെ ഒരു ബോധം ഇല്ലാത്തവരും ഒരു ബോധം പൊക്കണോ ഇല്ലാത്തവരാണ് ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ നീയും പറയണം. നടക്കുന്ന കാര്യമല്ല കേട്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അതെന്താ അത്? അങ്ങനെയാണോ? മനുഷ്യന്മാരങ്ങനെയാണോ? ഇനി ഇതാ സജനാനൂർ അടുത്ത സാധനം പറയുന്നുണ്ട്, ഇത് കേക്ക്, നിങ്ങൾ ഇതൊക്കെയാ കേൾക്കേണ്ടത്. പക്ഷെ കൂടെ നിന്ന പലരും ഒരു പോയിന്റിൽ കൈവിട്ടിരുന്നല്ലോ. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്, ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. വലിയ വെല്ലുവിളികളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു സജനയ്ക്ക് നേരെ. വിളിക്കട്ടെ എനിക്ക് തോന്നുന്നു നല്ലതാന്ന് തോന്നുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അതെ അതെ, എന്നെ അറിയാത്ത ആൾക്കാർ ഇപ്പൊ അറിഞ്ഞു തുടങ്ങി. പക്ഷെ അവരെല്ലാരും ഓടി വന്നിട്ട്, അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് മോളെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇനി ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അത് ഇഗ്നോർ ചെയ്ത് കളയത്തോളൂ. നേരിട്ട് വന്നിട്ട് ആരാ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത്? അല്ല, ഈ വീഡിയോക്കകത്ത് നിങ്ങളൊരു ചേച്ചിയെ പുറകെ നിൽക്കുന്നുണ്ടല്ലേ, നിന്ന് ചിരിച്ചോണ്ടിരിക്കുക. ആ ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല, സീരിയസ്ലി. അല്ല, സജനാനൂർ ആരാണ് നേരിട്ട് വന്ന് നിങ്ങളെ മറ്റേ എന്ത് കണ്ടിട്ടാണ്? നിങ്ങളുടെ വോയിസ് ഒക്കെ തന്നെയല്ലേ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേട്ടത്, കാശ് ചോദിക്കുന്നതും പല പരിപാടികളുടെ വോയിസുകൾ നമ്മൾ കേട്ടായിരുന്നല്ലോ, പല കഥകൾ. ആദ്യമൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു, ഉരിയാടുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഉരിയാടാതായി, മറ്റേ മറുപടി പറയാനില്ല, മൊത്തത്തിൽ പെട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ വേറെ എന്തൊക്കെയോ വിഷയം വന്നപ്പോഴത്തേക്ക് അങ്ങ് താന്നു പോയതാ, നിങ്ങൾ രക്ഷപ്പെട്ടു പോയതാ, അങ്ങനെ വിചാരിക്കും. രക്ഷപ്പെട്ടു പോയി. ഇപ്പോൾ വീണ്ടും അടുത്ത പണി മേടിക്കാനായിട്ട് വന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ, തുന്തരി വാവേ. അടുത്തത് സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അഫ്കോഴ്സ് അതല്ല, ഒരു നെഗറ്റീവ് കമന്റ് ചെറുത് വരുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഞാനത് ഭയങ്കര ഇവരെല്ലാം സത്യം പറഞ്ഞ ഇവരെല്ലാരും ആയിരുന്നു എന്റെ കൂടെ.
ഇവരൊക്കെയായിരുന്നു ആ ഒരു ശക്തി കൂടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അറിയാവുന്നവർക്ക് അറിയാമല്ലോ കാരണം എന്താണെന്നുള്ളത്. പക്ഷെ വന്നു എല്ലാം അനുഭവിക്കണമല്ലോ. ഞാൻ അതിനകത്തൊന്നും ഇങ്ങനെ ഉയർത്തെഴുന്നേച്ചു. ഉയർത്തെഴുന്നേച്ച് വന്നു, വീണ്ടും താഴത്തേക്ക് പോവാം. അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഒപ്പിച്ച് വെച്ചേക്കുന്നത്. അല്ല പിന്നെ ആരുടെ കാര്യമാണ് പറയുന്നത്? ഫ്രണ്ട് നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസ് ആണോ? അവരാണോ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നത്? എങ്ങനെ ചേച്ചിയെ വെളുപ്പിക്കാനായിട്ടോ? നടക്കത്തില്ല കേട്ടോ. മൊത്തത്തിൽ പൊക്കൊണ്ടിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആ ഒരു ക്ലിപ്പിനകത്ത് ഇവർ പറഞ്ഞില്ലേ, മറ്റേ കൂടെ നിൽക്കുന്നവർ ഒന്നും എനിക്ക് പറയാനില്ല. ആരാ ആരാ വീണ്ടും ഞാൻ ചോദിക്കുക, ആരാ കൂടെ നിൽക്കുന്ന? ആരെങ്കിലും കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കാര്യം ഗോപിയാ ഇല്ലേ? എനിക്കെങ്ങനെയാ തോന്നുന്നത്? അവിടെ അറിഞ്ഞില്ലേ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാനത് പബ്ലിസിറ്റി എന്ത് പറഞ്ഞു കൊടുക്കുന്നു. നമ്മള് BMW എടുത്തില്ലേ, അത് കുറെ ചാനലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവനാണോ ഡ്രൈവർ? ഉയ്യോ. അല്ല പിന്നെ അപ്പം ഭയങ്കര സന്തോഷം നിങ്ങളെ വീണ്ടും കാണാൻ പറ്റിയില്ല. വീണ്ടും കാണാൻ പറ്റട്ടെ ഇനി പല പല വർക്കിലും. അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം, സ്നേഹിക്കണം. നെഗറ്റീവ് കമന്റ്സ് മാത്രം ഇടരുത്, തകർന്നു പോകും. നമ്മളല്ല കമന്റ് ഇടുന്നത്. അല്ല അത് തന്നെ, അത് അറിയാം. കഥ അറിയാത്ത ആൾക്കാർ ആട്ടം ആടുന്നത് അറിയുന്ന കണക്ക്. നെഗറ്റീവ് കമൻസ് ഇടുന്നവരെല്ലാം കഥ അറിയാത്തവർ, പോസിറ്റീവ് കമൻസ് ഇടുന്നവരെല്ലാവരും കഥ അറിയാവുന്നവരല്ലേ? അത് കൊള്ളാം, ആ ഡയലോഗ് കൊള്ളാം. പിന്നെ നെഗറ്റീവ് കമൻസ് ഇട്ടാൽ അങ്ങ് തകർന്നു പോവല്ലേ ഹൃദയം. കയ്യിരിപ്പ് നേരെ ആയിക്കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻസ് വരത്തില്ല, മനസ്സിലായോ? കയ്യിരിപ്പ് നേരെ ആയിക്കഴിഞ്ഞാൽ. ഇതേ കണക്ക് BMW കാര്യം എന്തോ ഏതാ ചാനൽസിലൊക്കെ വന്നിട്ടുണ്ടോ? നമ്മളാരും കണ്ടിട്ടില്ല. നിങ്ങൾ ഏത് വണ്ടി എടുക്കുന്നു നോക്കിയിരിക്കുവോ? അല്ല, പിടികിട്ടിയോ? ഇപ്പം തന്നെ നിങ്ങളുടെ ഈ വണ്ടി കേസ് എടുക്കാൻ കാരണം ഒരു പാവപ്പെട്ടവനിട്ട് നല്ല അണ്ണാക്കി കൊടുത്തു എന്ന് അറിഞ്ഞോണ്ടാണ്. ഓക്കെ, നെഗറ്റീവ് കമൻസ് ഇടാൻ പാടില്ലെന്ന്, സങ്കടം വരുമെന്ന് വോയിസ് എല്ലാവരും കേട്ടതാ കേട്ടോ. ചേച്ചിയുടെ കൂടുതൽ കിടന്ന അഭിനയമൊന്നും വേണ്ട താത്ത, വേണ്ട. നാട്ടുകാരെല്ലാവരും കേട്ടതാ താത്ത പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ വേണ്ട. കുറച്ച് നാളായിട്ട് എവിടെയോ പൊത്തിൽ ഒളിച്ചിരിക്കുമല്ലായിരുന്നോ? ഇപ്പോഴല്ലേ ഇറങ്ങിയത്? ഇറങ്ങി അന്ന് തന്നെ എയറിലോട്ട് വീണ്ടും പോവുകയാണല്ലോ. ഇറങ്ങിയതേ ഉള്ളൂ, കയറുമോ മേപ്പോട്ട് വീണ്ടും? കയ്യിരിപ്പ് നേരെയായാൽ മതി, മനസ്സിലായോ? ആ പാവപ്പെട്ടവൻ്റെ കാശം കൊടുത്തേക്ക്, നാണക്കേടാ. ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ കൊടുത്തേക്ക്, അത്രേ പറയാനുള്ളൂ. ബാക്കി എൻ്റെ പൊന്നു ചേട്ടായി, അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോയേക്കല്ലേ. നാളെ പേര് ദോഷം കേൾക്കേണ്ട വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ മറ്റേ താത്ത, എൻ്റെ പൊന്നു താത്ത, എന്ത് കണ്ടിട്ടാ താത്ത ഇതിനെയൊക്കെ കയറി കെട്ടിപ്പിടിച്ച്? ഇതാരാ ഇത്? എന്ത് കാര്യത്തിന്? ഇതിൻ്റെയൊക്കെ തനിക്കുണം പുറത്ത് വന്നതാ, എല്ലാവരും അറിഞ്ഞതാ. റസൂൽ പോക്കറ്റ്, വാവേ എവിടെ? ഇപ്പൊ ഒന്നും കാണുന്നുമില്ല. എന്തോ ഉണ്ടെന്നൊക്കെ ആയിരുന്നു, ഇപ്പൊ ഒന്നും കാണുന്നില്ല. അത് പോട്ടെ, അയാളുടെ ജീവിതം എന്തായെന്ന് നമുക്കറിയത്തില്ല. കുടുംബം കുളം തോണ്ടി കാണും. ഫിറോസ് ഖാൻ, എന്തൊക്കെയോ പല കഥകളും കേട്ടിട്ടുണ്ട് നമ്മളെല്ലാം. ഇവരുടെ വായിൽ നിന്ന് തന്നെ പലതും വീണ് അതിൻ്റെയൊക്കെ വോയിസും പുറത്തു വന്ന് എന്തോ ഭാഗ്യത്തിന് പുതിയ വിഷയങ്ങൾ വന്നപ്പോൾ എല്ലാവരും അത് മറന്നുപോയതാ. ഇല്ലെങ്കിൽ ഇപ്പോഴും നാണം കെട്ടേനെ കിടന്നുകൊണ്ട്. അല്ല, വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, നാണം കെടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും മറ്റേ ഓരോ പരിപാടിക്ക് വന്ന് ഇറങ്ങിയിട്ട് ഓൺലൈൻ മീഡിയക്കാർ. സുഖമല്ലേ മതി. അപ്പത്തേക്ക് അവർ ചോദിക്കും എന്തെങ്കിലും ചോദ്യങ്ങൾ. BMW തീർന്ന്, അവിടെ തീർന്ന്. എൻ്റെ സ്വന്തമാ, ഞാൻ ഇപ്പോൾ എടുത്തേ ഉള്ളൂ. സെക്കൻഡ് ആണെങ്കിലും സൂപ്പറാ, മൈലേജ് സൂപ്പറാ. കാശ് കൊടുക്ക്, മനസ്സിലായോ? സൂപ്പറൊക്കെ പറയുന്നതിന് മുമ്പ് കാശ് കൊടുക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഇനി വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട മുകേഷൻ നായരെ, പൊന്നു ചേട്ടാ, നിങ്ങളും ഒക്കെ ഉള്ളതൊരു ഫംഗ്ഷനിലല്ലേ ഇവർ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. സൂക്ഷിച്ചൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്ക്. നാളെ നിങ്ങൾക്കും ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞു വെച്ചിട്ടിട്ടതാണ്. പറഞ്ഞു വെച്ചിട്ടിട്ടതാ, ഒരേ കളറേ.
കയറ്റി വിടുവോ പുള്ളിയെ? മേപ്പോട്ട് വിമാനത്തിൽ കയറ്റി വിടുവോ? അല്ല, ഒന്നും പറയുന്നില്ലേ? പ്രിയങ്കരിയല്ലേ, ആരുടെയൊക്കെയോ സുന്ദരി വാവയല്ലേ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. എൻ്റെ പൊന്നേ, എന്തിനാ കൂടുതൽ പറയുന്നത്? അവരായിട്ട് തന്നെ നാട്ടുകാരുടെ ഫ്രണ്ടിൽ എക്സ്പോസ് ആയി കഴിഞ്ഞതാണ്. എന്നിട്ടും ഈ ഈ ഓൺലൈൻ മീഡിയക്കാരെ പുതിയ സംരംഭം ആരെ പറ്റിച്ചിട്ടാണോ ഇനി? എന്തൊക്കെയോ സംഭവിക്കുന്നു ചേച്ചിയെ ചുറ്റിപ്പറ്റി. ഒറ്റ കാര്യം ചേച്ചിയോട് പറയാനുള്ളൂ, കാറ് ഞെളിഞ്ഞിരിഞ്ഞ് പോകുന്നത് കാശങ്ങ് കൊടുത്തേക്ക്. ഓക്കെ, കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറഞ്ഞു തുടങ്ങി. നാണക്കേടാ, മനസ്സിലായോ? നാണക്കേടാ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞ അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായല്ലോ. കമൻറ്റ് ബോക്സ് ഉണ്ട്, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.